അപ്പം ഇപ്പം നമ്മളൊരു ക്ലാരിറ്റി ഉള്ള ഗോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഈ ഐഡന്റിഫൈ ചെയ്ത ഗോളിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ലാരിറ്റി ഉള്ള ഗോൾ ഐഡന്റിഫൈ ചെയ്തു, പിന്നെയാണ് നമ്മുടെ വിഷൻ ബോർഡ് ക്രിയേഷൻ ഒക്കെ വരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് 80% ഓഫ് അവർ ലൈഫ് ലീഡ് ചെയ്യുന്നത്. ഈ ബിലീഫ് സിസ്റ്റം ചേഞ്ച് ചെയ്യുന്ന കാര്യം നേരത്തെ സാർ ചോദിച്ചല്ലോ. അപ്പോൾ നമ്മുടെ ബിലീഫ് സിസ്റ്റം മാറ്റാനായിട്ട് മൾട്ടിപ്പിൾ വേസ് ഉണ്ട്, ലോട്ട്സ് ഓഫ് ടെക്നിക്സ്. അതിൽ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഈസിയർ ടെക്നിക്കാണ്. സോ ഫസ്റ്റ് ഇസ് ടു ഹാവ് എ ക്ലാരിറ്റി, നെക്സ്റ്റ് ഇസ് ടു ക്രിയേറ്റ് വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് ഒക്കെ എന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ബിലീവ് ചെയ്യണം ഇത് നമുക്ക് പോസിബിൾ ആണെന്ന്. നമ്മൾ നേരത്തെ കണ്ടീഷനിങ്, സെൽഫ് കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞില്ലേ? അപ്പോൾ അതിന് നമ്മളുടെ അതിനുള്ളൊരു ടൂളാണ് വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന ഇമേജസ് ആണ് നമ്മുടെ മനസ്സിൽ പതിയുന്നത്. നമ്മുടെ മനസ്സിൽ പതിയുന്ന ഇമേജസ് ആണ് നമുക്ക് ലൈഫിൽ എക്സ്പീരിയൻസസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ വിഷൻ ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു സംവെയർ ഇൻ അവർ ഹൗസ് നമ്മൾ അത് പ്ലേസ് ചെയ്യുന്നു, എല്ലാ ദിവസവും ഇത് കാണുമ്പോൾ നമ്മുടെ മൈൻഡ് വിശ്വസിക്കും നമുക്ക് ഇതുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതാണ്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഈ എന്താണോ ബിലീഫ് അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഒരുപാട് വിൽ പവർ വേണം. അതിനെ ഈസി ആക്കാനാണ് നമ്മളുടെ മനസ്സിനെ വിശ്വസിപ്പിക്കുക, ഇതാണ് എനിക്ക് ആവശ്യം, ഇതാണ് ഞാൻ. അപ്പൊ എത്രയും ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ മൈൻഡിനെ നമ്മുടെ ഇമേജസിനോട്ട് എക്സ്പോസ് ചെയ്യുന്നു, മൈൻഡ് സ്റ്റാർട്ട്സ് ബിലീവിങ്. മൈൻഡിന് തിരിച്ചറിവില്ല ഇത് റിയാലിറ്റി ആണോ ഇമാജിനേഷൻ ആണോ അല്ലേ? ഒന്ന് നന്നായിട്ട് ചോക്ലേറ്റ് കേക്ക് കഴിക്കുന്ന പോലെ ഇമാജിൻ ചെയ്താൽ നമുക്ക് ശരിക്കും ആ സലൈവ വൈഡ് വരും. ഒരു ചോക്ലേറ്റ് കേക്ക് മുമ്പിൽ കൊണ്ട് വെച്ചാലും നമ്മുടെ മൗത്തിൽ ശരിക്കും ആ സലൈവ വരും. മൈൻഡ് ഡസന്റ് നോ.